തൃശ്ശൂരിൽ നിന്ന് വരുന്ന വാർത്ത. വരന്തരപ്പള്ളിയിൽ വീട്ടിൽ യുവതി തീ കൊളുത്തി മരിച്ച സംഭവത്തിൽ ഭർത്താവിനെതിരെ അർച്ചനയുടെ കുടുംബം. അർച്ചനയെ കോളേജിന്റെ മുൻവശത്ത് വെച്ച് ഭർത്താവ് ഷാരോൺ മർദ്ദിച്ചിരുന്നുവെന്ന് പിതാവ് ഹരിദാസ് 24-നോട് പറഞ്ഞു. ഷാരോൺ വീട്ടുകാരുമായി സംസാരിക്കാൻ പോലും അർച്ചനയെ അനുവദിച്ചിരുന്നില്ല എന്ന് സഹോദരി അനു പറഞ്ഞു. സ്ത്രീധന നിരോധന നിയമപ്രകാരവും ഷാരോണിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രതികരണത്തിലേക്ക്. ഇന്നലെ 4 മണിയായപ്പോഴാണ് എൻ്റെ പണിസ്ഥലത്തേക്ക് വിളി വന്നത്. ഇവിടുന്ന് വീട്ടിൽ എനിക്കറിയില്ലായിരുന്നു. വേഗം വരാൻ പറഞ്ഞു. ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞു എങ്ങനെയുണ്ട് ഒരു സ്നേഹിച്ച് പോയതാണ്. 7 മാസമായി ഒരു പോയിട്ട്. അന്നോട്ട് സമാധാനം ഉണ്ടായില്ല അവൾക്ക്. ഇടയ്ക്ക് വിളിച്ച് പറയാറുണ്ട്. പിന്നെ ഞാൻ എന്തെന്ന് പറയുക, ഒരുപാട് ദുഷ്ടതരനാണുള്ള ഞാനാണ് അവൻ. അതൊക്കെ പറഞ്ഞു കൊടുത്താണ് മകൾക്ക്. പക്ഷെ ഒന്നും അവൾക്ക് കേൾക്കില്ല. അവൾ അത് വാങ്ങിപ്പോയി. അതിൽ ഉപദ്രവിച്ചുണ്ടെന്ന് തോന്നുന്നുണ്ട്. അവനെന്തോ ടോർച്ചർ ചെയ്ത് അവിടെ ഇപ്പം അല്ലാണ്ട് പേടിപ്പിച്ച് നിർത്തണ പോലെ തോന്നിയിട്ടുള്ള. എപ്പോഴും വിളിക്കുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ ഞങ്ങളായിട്ട് അടുപ്പിക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അവിടെ. സൂരജ് സജി വിശദാംശങ്ങളുമായി. സൂരജ്, എത്രയോ തവണ നമ്മൾ ഇതുപോലെ സമാന സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും നിർഭാഗ്യകരമാണ് നമ്മുടെ കേരളത്തിൽ. അതിൽ ഏറ്റവും ഒടുവിലത്തെ സംഭവമായി ഇത് മാറട്ടെ എന്ന് നമുക്ക് ആശിക്കാൻ മാത്രമേ കഴിയൂ. സൂരജ്, ഇതിൽ ഈ കുടുംബാംഗങ്ങൾക്ക് ഇയാളുടെ പീഡനത്തെപ്പറ്റി അറിവുണ്ടായിരുന്നോ? എന്നിട്ടും എന്തുകൊണ്ടാണ് അവർക്ക് അവിടെ തുടരേണ്ടി വന്നത് എന്ന ചോദ്യം നമ്മൾ വീണ്ടും ചോദിച്ചു പോവുകയാണ്. സൂരജ്. അനുജ, ഈ അർച്ചനയെ നേരത്തെ ഈ കോളേജിന് മുന്നിൽ വെച്ച് മർദ്ദിച്ച കാര്യം ഈ കുടുംബത്തിന് അറിവുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റി ജീവനക്കാരനാണ് ഈ പരസ്യമായി ആളുകൾ നോക്കി നിൽക്കെ പെൺകുട്ടിയെ ഷാരോൺ മർദ്ദിച്ച വിവരം ഈ കുടുംബാംഗങ്ങളെ വിളിച്ചറിയിക്കുന്നത്. ഇതേ തുടർന്ന് കുടുംബം പോലീസിന് ഔദ്യോഗികമായി തന്നെ പരാതി നൽകുകയും ചെയ്തു. ഈ പരാതിയിന്മേൽ ഇരു കൂട്ടരെയും വിളിച്ചു വരുത്തി പോലീസ് സ്റ്റേഷനിൽ വെച്ച് സംസാരിച്ചു. ആ സമയത്ത് ഷാരോൺ ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞ് ഈ പെൺകുട്ടിയെയും കൂട്ടി കൊണ്ടുപോവുകയായിരുന്നു. അതോടുകൂടി പെൺകുട്ടിയും ഈ ഷാരോണിനൊപ്പം പോകാം എന്ന് സമ്മതിച്ച് അങ്ങനെ പോവുകയായിരുന്നു. അപ്പോഴും കുടുംബം പറയുന്നത്, കുടുംബത്തെ സംബന്ധിച്ച് വലിയ ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. കാരണം തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഈ ഷാരോണിന്റെ പശ്ചാത്തലവും കൃത്യമായ ഒരു ക്രിമിനൽ പശ്ചാത്തലം കൂടിയുണ്ട്. ലഹരി കേസുകളിലടക്കം പ്രതിയായിട്ടുള്ള ആളാണ് ഷാരോൺ എന്നുള്ളതാണ് ഈ കുടുംബം ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ വിട്ടയക്കുന്നതിനൊക്കെ പരിമിതി ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഷാരോൺ ആകട്ടെ ഈ കുടുംബാംഗങ്ങളുമായി പോലും, അതായത് ഈ പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങളുമായി പോലും സംസാരിക്കാൻ പോലും അനുവദിച്ചിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഇരിക്കെയാണ് ഇന്നലെ വൈകുന്നേരം ഈ പെൺകുട്ടി, അതും ഗർഭിണിയായിരിക്കെ, ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. വീടിനകത്ത് വെച്ച് ഈ തീ കൊളുത്തുകയും പിന്നീട് ഈ തീ ആളി കത്തിയതോടുകൂടി വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടുകയും സമീപത്ത് തന്നെ വീണ് മരിക്കുകയുമായിരുന്നു. എന്തായാലും മൃതദേഹം ഇപ്പോൾ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. മൃതദേഹം തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീധന നിരോധന നിയമം അടക്കം ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഭർത്താവിനെതിരെ കേസെടുത്തിരിക്കുന്നത് പോലീസ്. അനുജ, അതാണ്, ഭർത്താവിനെതിരെയാണ് അർച്ചനയുടെ മരണത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.